അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ വിശ്വാസി സുഹൃത്തുക്കളെ, വിശുദ്ധ റമളാൻ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. ഒരുപാട് സൽക്കർമ്മങ്ങളുടെ അവസരങ്ങൾ നമുക്ക് സൃഷ്ടിച്ച് നൽകുന്ന, നമ്മുടെ മുൻ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പലതും വീണ്ടെടുക്കാൻ കഴിയുന്ന വലിയ ഒരു അവസരമായിട്ടാണ് വിശുദ്ധ റമളാനിനെ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അധ്യാപനങ്ങളിലൂടെയും നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിലേക്ക് റമളാൻ കടന്നു വരുന്നത് ഒരുപാട് ആത്മവിചിന്തനത്തിൻ്റെ അവസരങ്ങൾ നൽകിക്കൊണ്ടാണ് എന്നത് നമ്മൾ മറക്കാൻ പാടില്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ റമളാൻ നന്മയുടെ പുണ്യത്തിൻ്റെ കാലഘട്ടമാണ് എന്നതോടൊപ്പം തന്നെ നമുക്കൊരു ആത്മവിചാരണ നടത്താൻ കൂടിയുള്ള ഒരു സന്ദർഭമാണ്. അതിൽ തുടങ്ങുന്നത് തന്നെ ആ റമളാനിൻ്റെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടാണ്. 30 ദിവസങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരല്പം ദീർഘമായ ഒരു കാലമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ 30 ദിവസം കടന്നു പോകുന്നത്? നമ്മൾ അറിയാതെ റമളാൻ കടന്നു പോകുന്നത് നമ്മൾ കാണുന്നില്ലേ? ഇതേപോലെ തന്നെയല്ലേ നമ്മുടെ ആയുസ്സും ഇത്രയുള്ളത് കടന്നുപോയത്? 40, 50, 60 വയസ്സിലെത്തിയ ആളുകൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള പല സന്ദർഭങ്ങളും ഓർത്തെടുക്കുന്നത് ഇന്നലെ കഴിഞ്ഞതുപോലെ, മിനിഞ്ഞാന്ന് കഴിഞ്ഞതുപോലെയാണ്. ഒന്നും വേണ്ട, കഴിഞ്ഞ റമളാൻ നമുക്ക് എങ്ങനെയാണ് കഴിഞ്ഞു പോയത്? അത് ഇന്നലെയിലേതുപോലെ അതിലെ ഭക്ഷണത്തെയും അതിന് നമ്മൾ ഇരുന്നതിനെയും അതേപോലെ തന്നെ അവിടുത്തെ ഇബാദത്തുകളെയും പള്ളിയിലും മറ്റു കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ടതും എല്ലാം നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നും അല്ലെങ്കിൽ ഒരു മാസം മുമ്പും കഴിഞ്ഞതുപോലെ. അപ്പോഴേക്കൊരു വർഷം കഴിഞ്ഞ് അടുത്ത റമളാനായി. ഒരു റമളാനിൻ്റെ തന്നെ തുടക്കം എങ്ങനെയായിരുന്നു? ഇപ്പോൾ എത്ര ദിവസമായി? എത്ര എളുപ്പമാണത് കഴിഞ്ഞു പോയത്? ഇത് നമ്മുടെ ജീവിതവും ഇതുപോലെ നമ്മുടെ ആയുസ്സും ഇങ്ങനെ കഴിഞ്ഞു പോകുമെന്നൊരു ബോധ്യം നമുക്കുണ്ടാക്കി തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം നാളേക്ക് വേണ്ടി ഒരുക്കി വെക്കാവുന്നതെല്ലാം ഒരുക്കി വെച്ച് എപ്പോൾ അള്ളാഹുവിൻ്റെ വിളി വന്നാലും അവിടെ ഉത്തരം നൽകി സന്തോഷത്തോടു കൂടി ഈ ലോകത്ത് നിന്ന് നന്മയുടെയും സന്തോഷത്തിൻ്റെയും ലോകമായ പരലോകത്തേക്ക് പോകാൻ നമ്മൾ ഏത് നിലക്കും സന്നദ്ധരായിരിക്കണം എന്നത് നമ്മൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു പാഠമാണ്. നമ്മൾ ഒരു ആത്മവിചിന്തനം ഈ സന്ദർഭത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചറിയാനും അത് വീണ്ടെടുക്കാനും കഴിയും. കാരണം റമളാനിൽ ഒരു പ്രവർത്തനത്തിന് എത്രയാണ് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്? അതൊരു സീസണായി അല്ലാഹു സൽക്കർമ്മത്തിൻ്റെ സീസണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ സീസൺ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നഷ്ടമാണ്. ഏറ്റവും നല്ലൊരു കച്ചവടത്തിൻ്റെ പീക്ക് ടൈമിൽ കടപൂട്ടി പുറത്തു പോകുന്ന ഒരു ടൂറ് പോകുന്ന ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ആ സമയമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ മെയിൻ്റനൻസ് വർക്കിന് വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് കച്ചവടങ്ങളും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എങ്കിൽ അയാൾ എത്രമാത്രം ബുദ്ധിശൂന്യമായ ഒരു പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് നമുക്കറിയാമല്ലോ. ഇതേപോലെ തന്നെ ഈ റമളാൻ മാസത്തിൽ നമ്മൾ അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമ്മളോളം ബുദ്ധിശൂന്യരായ, ബുദ്ധിമോശം വന്നവരായ വേറെ ആരുണ്ട്? 1-ന് 10, 10-ന് 70, 70-ന് അപ്പുറവുമായിക്കൊണ്ട് പ്രതിഫലങ്ങൾ ഇരട്ടിക്കപ്പെടുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഒരുപാട് ചിന്തിക്കാനില്ലേ? ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആദ്യം നമ്മുടെ കാര്യത്തെ പറ്റി ആലോചിക്കുക.
ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്ക്, ഇന്നൽ അബ്ദ ലാ യസാലു ബിഖൈരിൻ മാ കാന ലഹു വാഇളും മിൻ നഫ്സി. ഒരു മനുഷ്യന് ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു ഉത്ബോധകൻ ഉണ്ടെങ്കിൽ, ഞാൻ അങ്ങനെയായാൽ പോരാ, ഞാനത് വീണ്ടെടുക്കേണ്ടതുണ്ട്, ഇത് തിരുത്തേണ്ടതുണ്ട്, ഞാൻ കുറച്ചുകൂടി നന്നാവേണ്ടതുണ്ട്, ഞാൻ കുറച്ചുകൂടി പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്, വിട്ടുപോയത് എനിക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട് തുടങ്ങി നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മെ ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഉണ്ടാകുമ്പോൾ നമുക്ക് തീർച്ചയായും ഹൈറിൻ്റെ ഒരു ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയും. വക്കാനത്തിൽ മുഹാസബ ഹിമ്മത്തു, എങ്കിൽ നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും വിചാരണ നടത്തിക്കൊണ്ടിരിക്കും, അതോടുകൂടി നമ്മൾ നന്നാകുമെന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമായി പ്രഖ്യാപിച്ചതോടൊപ്പം തന്നെ വഴിതെറ്റി യഥാർത്ഥ റൂട്ടിൽ നിന്ന് ബഹുദൂരം അകന്നു പോയവർക്ക് ശരിയായ വഴിയിലേക്ക് വേഗത്തിൽ കടന്നു വരാനുള്ള ഒരു കുറുക്കു വഴിയുടെ ഒരു ഘട്ടം കൂടിയാണ് റമദാൻ എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു കുറുക്കു വഴി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് എത്രമാത്രം ദൂരം നമ്മൾ അകന്നു പോയിട്ടുണ്ടോ നേർമാർഗത്തിൽ നിന്ന്, നമുക്ക് പോകാനുള്ളത് സ്വർഗത്തിലേക്കാണ്. ആ സ്വർഗത്തിൻ്റെ വഴിയിൽ നിന്ന് എത്ര നമ്മൾ അകന്നു പോയിട്ടുണ്ടോ, ആ അകന്നു പോയതിനത്രയും വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് നമ്മുടെ യഥാർത്ഥ വഴിയിലേക്ക് തന്നെ കുറേ അപ്പുറത്തേക്ക്, കുറേ ദൂരത്തേക്ക് എത്താനുള്ള ഒരു വഴിയായിട്ട് റമദാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ട്. അതിൽ ഓരോ കർമ്മങ്ങളും അങ്ങനെ തന്നെയാണ്. കാരണം സൽക്കർമ്മം ചെയ്യാനുള്ള അവസരങ്ങൾ കൂടുതലായിട്ട് നൽകിക്കൊണ്ട്, രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ച ഈ ഒരു സീസൺ, ഓരോ ദിവസവും നോമ്പ് തുറക്കുന്ന ആ ഒരു നേരം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ, ഒന്നാമത്തെ ദിവസം നോമ്പെടുത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് നരകമോചനം നേടിയവനായി അല്ലാഹു രേഖപ്പെടുത്തിയ അവൻ്റെ രേഖയിൽ, അവൻ്റെ മലക്കുകളുടെ രേഖയിൽ ഉണ്ടായിരിക്കുമെന്നൊന്ന് ഉറപ്പുവരുത്താൻ നമുക്കെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേണ്ടതില്ലേ? നമ്മുടെ തൗബ, നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ പാപമോചനങ്ങൾ, നമ്മുടെ നന്മയുടെ സാമൂഹ്യ സേവന പ്രവർത്തനത്തിൻ്റെ ഒരുപാട് മേഖലകൾ നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ഒരു റമദാനിൻ്റെ കാലഘട്ടം പരിപൂർണമായി ഉപയോഗപ്പെടുത്തി പരലോകത്ത് രക്ഷ നേടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളാകണം. ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സാധാരണയായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അത്തഹ്ലിയ ഖബില തഹ്ലിയ. നമ്മൾ ചളിയും അതേപോലെ തന്നെ കരിയും ഒക്കെ മേലുണ്ടായിട്ട് പിന്നീട് അവിടേക്ക് കുറച്ച് ലോഷനും അതേപോലെ തന്നെ കുറച്ച് പൗഡറും ഒക്കെ ഇട്ട് ഒന്ന് നന്നായി ഒരുങ്ങിയതുകൊണ്ട് കാര്യമില്ല. ആദ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായതൊക്കെ ഒന്ന്, ആ കറയും ചളിയും പുകയുമൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് കഴുകി വൃത്തിയാക്കണമല്ലോ. കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നീട് അതിനെ ഒന്ന് നന്നാക്കി അതിനെ കുറച്ചുകൂടി ഭംഗിയാക്കുക എന്നത്, അതാണ് വേണ്ടത്. അതല്ലാതെ ആ ഉള്ള കരിയിൽ ഒരൽപ്പം പൗഡർ ഇട്ടതുകൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ആദ്യം നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ ദോഷങ്ങളെയും അകറ്റാനുള്ള ഒരു വഴിയായി നമ്മൾ ഈ റമദാനിനെ തിരഞ്ഞെടുക്കണം. എന്തൊക്കെ ദോഷങ്ങളാണ് അത് നമ്മൾ സ്വയം ഒന്ന് വിചാരണ നടത്തണം. എനിക്ക് വന്നു പോയിട്ടുള്ള ദോഷങ്ങൾ, എനിക്ക് വന്നു പോയിട്ടുള്ള തെറ്റുകൾ, അതേപോലെ തന്നെ വീഴ്ചകൾ, അബദ്ധങ്ങൾ, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കൽ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഉണ്ട് എന്നത് നമുക്കറിയാം. ആ ഓരോ മേഖലകളായിട്ട് നമുക്കെടുക്കാം. ഒന്നാമത് നമ്മുടെ ഇബാദത്തിൻ്റെ, ശാരീരികമായിട്ടുള്ള ഇബാദത്തിൻ്റെ മേഖലകളിൽ തന്നെ എടുത്തു നോക്കിയാൽ 5 നേരത്തെ നമസ്കാരത്തിൽ നമുക്ക് എത്ര കണ്ട് ശ്രദ്ധയുണ്ടായിരുന്നു, എത്ര വീഴ്ചകൾ നമുക്ക് വന്നിട്ടുണ്ട്. സമയത്തിൻ്റെ കാര്യത്തിൽ നിർവഹിക്കുന്നിടത്ത് തന്നെ പലപ്പോഴും വീഴ്ചകൾ വന്നിട്ടുണ്ട് എങ്കിൽ ആ വീഴ്ചകൾ മാറ്റിയെടുക്കാനും ഈ റമദാനിനെ കൃത്യമായി നമസ്കാരം തുടങ്ങി റമദാൻ മാസം കഴിയുമ്പോഴേക്ക്
വഖത്തിൽ തന്നെ അത് തന്നെ ജമാഅത്തായിട്ട് പുരുഷന്മാർ നമസ്കരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതല്ലേ നമ്മുടെ ഈ റമദാനിൻ്റെ വിജയം എന്ന് പറയുന്നത്. നമുക്കതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണ്ടേ? കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമസ്കാരം നിർബന്ധമാക്കിയിട്ടുള്ളത് ഒരു സംഘടിതമായ രൂപത്തിലല്ലേ? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മുടെ സഹോദരിമാർ എത്രയാണ് നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കാതെ ളുഹറും അസറും എല്ലാം കൂടി ഒരുമിച്ച് നമസ്കരിച്ച്, അതേപോലെ തന്നെ മഗ്രിബും ഇശാഉം എല്ലാം കൂടി ഒരുമിച്ച് നമസ്കരിച്ച്, സുബ്ഹി പലപ്പോഴും ഒഴിവാക്കി ളുഹറിൻ്റെ കൂടെ നമസ്കരിച്ച്. ഇതൊന്നുമല്ലല്ലോ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നതല്ലേ. അവിടെ നമുക്ക് നമ്മുടെ ഈ കൃത്യമായ സമയം നിർണയിച്ചുകൊണ്ട് തന്നെ അള്ളാഹു നിർബന്ധമാക്കിയത് ആ സമയത്ത് നിർവഹിച്ചുകൊണ്ട് അതിനെ ഒരു പരിശീലനത്തിലേക്ക് കൊണ്ടുവരാൻ ഈ റമദാനിനെ നമുക്ക് എടുക്കേണ്ടതില്ലേ? നോമ്പിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ സക്കാത്തിൻ്റെ കാര്യത്തിലും മറ്റ് നമ്മുടെ ഇബാദത്തുകളുടെ കാര്യത്തിൽ നമുക്ക് വന്നിട്ടുള്ള വീഴ്ചകളെപ്പറ്റി നമ്മളൊന്ന് പുനർവിചിന്തനം നടത്തി, ഇല്ല ഈ ഒരു റമദാനോടുകൂടി എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ശരിയാക്കി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ ഈ റമദാനിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വന്നിട്ടുള്ള ഒരുപാട് തിന്മകളുണ്ട്. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട് നമ്മൾ ചെയ്തു തീർത്ത ഒരുപാട് അബദ്ധങ്ങൾ, ആ തെറ്റുകൾ നമുക്ക് മാറ്റിയെടുക്കേണ്ടതില്ലേ? അതിന് തൗബ നമുക്ക് ചെയ്യേണ്ടതില്ലേ? എല്ലായ്പ്പോഴും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകാൻ നമ്മൾ ഏത് സമയത്തും നിർബന്ധിതരാണ് എങ്കിൽ നമുക്ക് ഈ പാപങ്ങളും എല്ലാം കൂടിയായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ മതിയോ? അതുകൊണ്ട് എൻ്റെ നാവിനാൽ നരകത്തിൽ കിടക്കുന്ന, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ പോകുന്നത് അവരുടെ നാവിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്നാണ്. അതുകൊണ്ട് നാവിനാൽ നരകത്തിൽ പോകാത്ത, കണ്ണിനാൽ നരകത്തിൽ പോകാത്ത, ചെവിയാൽ നരകത്തിൽ പോകാത്ത, കേൾക്കാൻ പറ്റാത്തത് കേട്ട്, നോക്കാൻ പറ്റാത്തത് നോക്കി, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ചിട്ട കൊണ്ടുവരേണ്ടതില്ല ഈ റമദാനോടുകൂടി. അവിടെ നമുക്ക് കൃത്യമായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന രംഗത്ത്, ആളുകളെ സംബന്ധിച്ച് സംസാരിക്കുന്ന സമയത്ത്, വിഷയങ്ങളിൽ ഇടപെടുന്ന സമയത്ത് ഇവിടെയൊക്കെ ശരിക്കും നമുക്ക് ഒരു ശ്രദ്ധ ഈ റമദാൻ മാസത്തിൽ നമുക്ക് തുടങ്ങി വെക്കേണ്ടതില്ലേ? ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയം കൊണ്ടുള്ള കർമ്മങ്ങളുടെ കാര്യത്തിൽ. ഹൃദയം ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ നിർബന്ധമാക്കിയിട്ടുള്ള ശരീരത്തിലെ അവയവങ്ങളെക്കാൾ കൂടുതൽ ഹൃദയത്തിനാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല. നമുക്ക് ശരീരം കൊണ്ട് നിർവഹിക്കാനുള്ള ഇബാദത്തുകൾ, ഒരു നമസ്കാരം അല്ലെങ്കിൽ ഒരു നോമ്പ്, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. എന്നാൽ ഹൃദയത്തിന് എന്തെല്ലാം ഇബാദത്തുകളാണ് അള്ളാഹു നിർബന്ധമാക്കിയത്? എന്തെല്ലാം കാര്യങ്ങളാണ് ഹൃദയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധങ്ങളും കൽപ്പനകളും നിശ്ചയിച്ചിട്ടുള്ളത്? വിശ്വാസം മുതൽ, അള്ളാഹുവിൽ തവക്കുലാക്കുന്നത് മുതൽ, കാരുണ്യവും സ്നേഹവും അതേപോലെ തന്നെ അള്ളാഹുവിനെ പറ്റിയുള്ള ഭയവും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ കർമ്മങ്ങളല്ലേ. അവിടെ ക്ഷമയും സഹനവും അതേപോലെ തന്നെ നല്ല ഒരുപാട് ശീലങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന്, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന് പഠിപ്പിച്ചിട്ടില്ലേ? നമ്മുടെ പ്രവർത്തനങ്ങളിൽ അത് നിഴലിക്കണമെന്ന് പഠിപ്പിച്ചിട്ടില്ലേ? അവിടെയൊക്കെ നമ്മുടെ സ്ഥാനം എന്താണ്? കഴിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ക്ഷമിക്കാനും സഹിക്കാനും മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യാനും നന്മകൾ പ്രവർത്തിക്കാനും ഇവിടെയൊക്കെ നമുക്ക് എത്ര പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? നമ്മുടെ ഈമാനിൻ്റെ കാര്യത്തിൽ, തവക്കുലിൻ്റെ കാര്യത്തിൽ നമ്മൾ എവിടെയാണുള്ളത്? തുടങ്ങി നമ്മുടെ ഈ വിഷയം. അതേപോലെ തന്നെ ഇവിടെയും ഒരുപാട് തിന്മകളുണ്ടല്ലോ, ഹൃദയത്തെ ബാധിക്കുന്ന തിന്മകൾ. അസൂയയും കുശുമ്പും അതേപോലെ തന്നെ വിശ്വാസരംഗത്തുള്ള അപജയങ്ങളും തുടങ്ങി ഒരുപാട് ഹൃദയത്തെ ബാധിക്കുന്ന, നമ്മുടെ പെരുമാറ്റ മര്യാദകളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ. ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനുള്ള,
ഹൃദയത്തെ ശുദ്ധമാക്കാനുള്ള ഇല്ലാമൻ അതല്ലാഹ ബി ഖൽബിൻ സലീം എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞില്ലേ? ഒരാൾക്കും നാളെ പരലോകത്ത് വിജയമുണ്ടാവില്ല റബ്ബിൻ്റെ അടുക്കൽ സുരക്ഷിതമായ പാപങ്ങളില്ലാത്ത ഹൃദയവുമായി കടന്നു വന്നവരല്ലാത്ത മറ്റൊരാൾക്കും രക്ഷയില്ല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ വിശ്വാസരംഗത്ത് പാപങ്ങളില്ലാത്ത, സ്വഭാവരംഗത്ത് പാപങ്ങളില്ലാത്ത, കർമ്മരംഗത്ത് പാപങ്ങളില്ലാത്ത, കണ്ണിനെയും കാതിനെയും നിയന്ത്രിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതില്ലേ? ഇനിയും തീർന്നില്ല. ഒരുപാട് ബാധ്യതകളും അതേപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തവരല്ലേ നമ്മൾ. നമ്മുടെ റബ്ബിനോട് നമുക്ക് ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളുമില്ലേ? ആ ഉത്തരവാദിത്തത്തിൽ നമ്മൾ എത്രമാത്രം നീതി പുലർത്തിയിട്ടുണ്ട്? നമ്മുടെ ഭാര്യയോട്, ഒരു പെണ്ണാണെങ്കിൽ അവളുടെ ഭർത്താവിനോട് എത്ര ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളുമുണ്ട്? ആ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്ന രംഗത്ത് എത്ര വീഴ്ചകൾ വന്നിട്ടുണ്ട്? ആണിനാകട്ടെ പെണ്ണിനാകട്ടെ, മക്കളോടും അതേപോലെ തന്നെ മാതാപിതാക്കളോടും, സഹോദരങ്ങൾ പരസ്പരമുള്ളതും, അയൽവാസികളോടും തുടങ്ങി ബാധ്യതകളുടെ കാര്യത്തിൽ, സാമ്പത്തിക രംഗത്തുള്ള ബാധ്യതകളുടെ കാര്യത്തിൽ, ഇടപാടുകളുടെ കാര്യത്തിൽ ഇവിടെയൊക്കെ ഒരു പുനർവിചിന്തനം നടത്തി മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ റമദാൻ നമുക്ക് സഹായകമേകിയിട്ടില്ല എങ്കിൽ കഴിഞ്ഞ റമദാനുകൾ പലതും ജീവിതത്തിൽ കടന്നു വന്നതുപോലെ മാറ്റങ്ങൾ വരുത്താതെ കടന്നുപോകുന്ന ഒരു റമദാനായി, ഒരു നോമ്പുകാലമായി, വെറുമൊരു പട്ടിണി മാത്രമായി റമദാൻ അധപ്പതിക്കുമോ എന്നത് എൻ്റെ ജീവിതത്തിൽ ഞാനും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോരുത്തരും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഈ റമദാൻ കൊണ്ട് മാറ്റമെന്തുണ്ടാകും? അതുകൊണ്ട് ഈ റമദാൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ആ സൽക്കർമ്മങ്ങൾ റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന രംഗങ്ങളും അതോടൊപ്പം കഴിഞ്ഞുപോയ നാശങ്ങളും നഷ്ടങ്ങളുമെല്ലാം നികത്തിയെടുക്കാനുള്ള ഒരു അവസരം കൂടിയായി, ഒരു പുനർവിചിന്തനത്തിൻ്റെ കാലമായി, നേർവഴിയിലേക്ക് കടന്നു കയറാനുള്ള ഒരവസരമായി കൊണ്ട്, വഴിതെറ്റിയിടത്തു നിന്ന് തിരിച്ച് നീങ്ങാനുള്ള, മടങ്ങാനുള്ള ഒരു സന്ദർഭമായി കൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല എങ്കിൽ ഇത് ഒരു പാഴ്വേലയായി മാറും എന്ന ഒരു ബോധം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ റമദാൻ ഏറ്റവും നല്ല, ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും നല്ല റമദാനാക്കി മാറ്റണമെങ്കിൽ, ഏറ്റവും നല്ല ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസപരമായും ആത്മീയമായും അതേപോലെ തന്നെ കർമ്മരംഗത്തുമായി മാറണമെങ്കിൽ ഈ ചില ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയാൽ മാത്രമേ പറ്റൂ എന്ന ഒരു ബോധ്യം, അതേ സാധ്യമാകൂ എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ കഴിയുന്ന, കൂടുതൽ കൂടുതൽ നമ്മുടെ സ്വന്തം ജീവിതത്തെപ്പറ്റിയും പരലോകത്തെപ്പറ്റിയും ആലോചനകൾ നടത്തുന്ന ഒരു റമദാൻ കാലമായി നമ്മുടെ ഈ ഒരു കാലഘട്ടം മാറ്റുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിശുദ്ധ റമദാൻ അതിൻ്റെ എല്ലാ നന്മകളും നേടിയെടുക്കാനുള്ള അവസരങ്ങൾ റബ്ബ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.